നമസ്കാരം. മാറിക്കൊണ്ടിരിക്കുന്ന ലോക യുദ്ധ സാഹചര്യങ്ങളിൽ കായിക ബലത്തേക്കാൾ സാങ്കേതിക മേധാവിത്വത്തിനാണ് ഇന്ന് പ്രസക്തി. റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രയേൽ ഹമാസ് സംഘർഷവും നമുക്ക് നൽകുന്ന വലിയ പാഠം ഡ്രോണുകളുടെ കരുത്താണ്. ഈ മാറ്റം ഉൾക്കൊണ്ട് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുകയാണ്. വെറുമൊരു നിരീക്ഷണ ഉപാധി എന്നതിനപ്പുറം ശത്രുവിനെ തകർക്കുന്ന ഏറ്റവും മാരകമായ ആയുധമായി ഡ്രോണുകളെ ഇന്ത്യ മാറ്റിക്കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഒരു പ്രത്യേക ഡ്രോൺ ഫോഴ്സ് രൂപീകരിക്കാനുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പിലാണ്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഇവയൊക്കെയാണ്. രാജ്യത്തെ ഓരോ കോപ്സിലും ഏകദേശം 8000 മുതൽ 10000 വരെ ഡ്രോണുകൾ വിന്യസിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് അതിർത്തിയിലെ നിരീക്ഷണം 24 മണിക്കൂറും കൃത്യമാക്കാൻ സഹായിക്കും. ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ സൈനികരെ പ്രാപ്തമാക്കുന്നതിനായി 19 സൈനിക കേന്ദ്രങ്ങളിൽ അത്യാധുനിക ഡ്രോൺ ട്രെയിനിങ് സ്കൂളുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം ഒരൊറ്റ കമാൻഡിന് കീഴിൽ ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറുന്ന സാങ്കേതികവിദ്യ ഇന്ത്യ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ സ്വന്തമായി ഡ്രോണുകൾ വികസിപ്പിക്കുന്നത് ആവേശം പകരുന്ന വാർത്തയാണ്. നാഗാസ്ത്ര 1 ഇത് ഇന്ത്യയുടെ ആദ്യത്തെ കാമിക്കാസെ അഥവാ ചാവേർ ഡ്രോണാണ്. ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി അതിലേക്ക് സ്വയം ഇടിച്ചിറങ്ങി സ്ഫോടനം നടത്താൻ ഇതിന് സാധിക്കും. ലോയിറ്റർ മ്യൂണിഷൻ വായുവിൽ ഏറെ നേരം വട്ടമിട്ട് പറന്ന് കൃത്യമായ സമയം നോക്കി ശത്രുവിനെ ആക്രമിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ ഇപ്പോൾ അതിർത്തിയിൽ കാവലുണ്ട്. ഇതിനു പുറമെ കടലിലും കരയിലും നിരീക്ഷണം നടത്താൻ ലോകത്തെ ഏറ്റവും മികച്ച ഡ്രോണുകളായ MQ-9B പ്രെഡേറ്റർ ഡ്രോണുകൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അതിർത്തിയിലെ കാവൽ ഇനി വെറും സൈനികരുടെ കണ്ണുകളിൽ മാത്രമല്ല, ലഡാക്കിലെ കഠിനമായ തണുപ്പിലോ രാജസ്ഥാനിലെ കത്തുന്ന ചൂടിലോ ഒരുപോലെ പ്രവർത്തിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ പ്രതിരോധ നിരയായി ഇന്ത്യൻ സൈന്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.